അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ദുബായിൽ. രാത്രി ഒരുപാട് താമസിച്ചാണ് കിടന്നത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 മണിയായി ഉറങ്ങിയപ്പം. എന്നാലും വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ള കൂട്ടുകാരെ എല്ലാം കൂട്ടി ഇന്ന് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദുബായ് മാളിലൊന്ന് പോകണം, അതുപോലെ മിറക്കിൾ ഗാർഡൻ കാണണം. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പുറമാണ്. ഇത് ഹിൽട്ടൺ ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലായിരുന്നു. വളരെ സുഖമുള്ള അന്തരീക്ഷം, അതുപോലെ അവിടെ ജോലിക്കാരൊക്കെ ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ പുറത്തോടെയൊക്കെ ഇരുന്ന് രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ അപ്പോൾ ഉണ്ടാക്കി തരുന്ന ദോശ, ഓംലെറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കേരള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ എൻജോയ് ചെയ്ത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി ദുബായ് മാളിലേക്ക് ഉള്ള യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴി ദുബായിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിലെത്തി. ദുബായ് മാള് വളരെ വലുതാണ്, അതുപോലെ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ദുബായ് മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദുബായ് അക്വേറിയം. ഞങ്ങൾക്ക് അക്വേറിയത്തിൽ കയറാനായിട്ട് സമയം കിട്ടിയില്ല. അതുപോലെ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പല ഭാഷകൾ സംസാരിക്കുന്നവരോ പല സംസ്കാരമുള്ളവരെല്ലാം ഉണ്ട്. മലയാളികളും ഇഷ്ടം പോലെ. പിന്നെ ഇതിലെ നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും കിട്ടും. പല രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ പലതരം ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടന്നു. ഒന്നും പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. മിഠായികളൊക്കെ നോക്ക്, പല കളറിലും പല ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ജ്വല്ലറി സ്റ്റോറുകളും ഉണ്ട്. കമ്പാരിറ്റീവ്ലി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അങ്ങനെ വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദുബായ് മിറക്കിൾ ഗാർഡൻ കാണാനായിട്ട് ഉള്ള യാത്രയിലാണ്.
ദുബായിലെ കെട്ടിടങ്ങളെല്ലാം പൊതുവെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങൾ നോക്കുക, ഇതൊരു രാജകീയ പ്രൗഢിയോടുകൂടി പണിതിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിറക്കിൾ ഗാർഡനിലെത്തി. ഇത് വളരെ ഭംഗിയാണ് കാണാനായിട്ടെന്ന് ഞാൻ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇത് കാണാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഈ മിറക്കിൾ ഗാർഡൻ ഇവിടെ തുടങ്ങുന്നത് 2013 ഫെബ്രുവരിയിലാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസം തൊട്ട് ഏപ്രിൽ വരെ ഇത് തുറന്നിട്ടുണ്ടാകും. അപ്പോൾ 2300 രൂപയാണ് എൻട്രൻസ് ഫീ. അപ്പോൾ ചൂട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഏപ്രിൽ വരെ തുറക്കുക. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫ്ലവർ ഗാർഡനാണ് ഈ ദുബായ് മിറക്കിൾ ഗാർഡൻ. ഏകദേശം 50 മില്യൺ പൂക്കൾ ഇവിടെയുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പല നിറങ്ങളിലുള്ള വളരെ ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ, അത് പല ഷേപ്പിൽ അവരിങ്ങനെ ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാ ദിവസവും ഇതിന് വെള്ളം ഒഴിച്ച് എല്ലാം ഇങ്ങനെ പരിപാലിച്ച് പോരണമെങ്കിൽ എത്രയോ ആൾക്കാരുടെ കഠിനാധ്വാനമാണല്ലേ അതിൻ്റെ പിന്നിലുള്ളത്. പാർക്കിൽ അധികം അങ്ങനെ തിരക്കില്ല, ഒരുപാട് ആൾക്കാരെ ഒന്നും കാണാനില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നടന്നെല്ലാം കാണാനൊക്കെ സാധിച്ചു. ഇവിടെ നോക്കുക, 3 പ്രിൻസസ്സാണ്. അവരിങ്ങനെ പാട്ടിനനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അവരുടെ സ്കേർട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പൂവുകളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എത്രമാത്രം പൂവുകൾ ഇങ്ങനെ പല ഷേപ്പിൽ ഒക്കെ ഉണ്ടാക്കി ഓരോ ദിവസവും അതിനെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഗാർഡൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ കുറേ ദൂരം നടന്നു, വെയിലായപ്പം നല്ല ദാഹവുമായി. അപ്പം നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല.
അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് കരിക്ക് വാങ്ങിച്ചു, കരിക്കും വെള്ളം കുടിച്ചു, അതുപോലെ കരിക്ക് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഉച്ച കഴിയുന്ന വരെ ഞങ്ങൾ മിറക്കിൾ ഗാർഡനിൽ സമയം ചിലവഴിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ വൈകുന്നേരം ഹോട്ടലിൽ പോയി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. പോകുന്ന വഴി നമുക്ക് കാണാം. രണ്ട് ദിവസമേ ദുബായിലുണ്ടായിരുന്നെങ്കിലും കൂട്ടുകാരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല സന്തോഷമുള്ള 2 ദിവസങ്ങളായിരുന്നു. അപ്പം ഇനി നമ്മളെല്ലാവരും ഇന്ന് വൈകുന്നേരം പിരിയുവാണ്. എല്ലാവരും അവരവരുടേതായ ജോലികളിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൊച്ചിയിലേക്കാണ് യാത്ര, ഞാനും സ്മിതയും ബോബിയും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.